നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം ജന്മദിനം. വയനാട് മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വാസ്തവവിരുദ്ധം സർക്കാർ. വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർന്നു പ്രതിപക്ഷ നേതാവ്. നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനിക്ക് കോടതി ജാമ്യം. എയിംസ് കേരളത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണും. തൃശൂരിൽ നാളെ പുലികളിറങ്ങും. യെച്ചൂരിക്ക് പകരം CPM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററെ നിയമിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം ജന്മദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം ജന്മദിനം. ജവഹർലാൽ നെഹ്റുവിനു ശേഷം 3 വട്ടം തുടർച്ചയായി പ്രധാനമന്ത്രിയായെന്ന നേട്ടം നരേന്ദ്രമോദിക്ക് സ്വന്തം. ഒരു നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ മാറ്റത്തിന്റെ ഉത്തേജക ശക്തികളിൽ ഒരാളാണ്. 2014-ൽ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മുതൽ സാമ്പത്തിക ചലനാത്മകതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും മികച്ച പരിഗണന നൽകുന്ന പുതിയ ഇന്ത്യയെ പറ്റിയുള്ള വീക്ഷണമാണ് മോദി പങ്കുവച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഊന്നൽ നൽകുന്നത് വഴി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധമാണ് മോദി പകരുന്നത്. 1950 സെപ്റ്റംബർ 17-ന് ഗുജറാത്തിലെ വഡ്നഗറിലായിരുന്നു മോദിയുടെ ജനനം. ചെറുപ്പം മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ അംഗമായിരുന്ന മോദി 1987-ൽ BJP ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതോടെയാണ് ജനശ്രദ്ധയിലെത്തുന്നത്. കഠിനാധ്വാനം കൊണ്ടും ആത്മാർപ്പണം കൊണ്ടും പാർട്ടിയിൽ പടിപടിയായി ഉയർന്ന മോദി 2001 മുതൽ 2014 മെയ് 16 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. 2014-ൽ പ്രധാനമന്ത്രിയായ ശേഷം ശുചിത്വ പ്രചാരണമായ സ്വച്ഛ് ഭാരത് അഭിയാൻ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 3-ാം മോദി സർക്കാർ 100 ദിവസം പിന്നിട്ടപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 ലക്ഷം കോടി രൂപ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതും ലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വളർന്നതും മോദിയുടെ ജന്മദിനത്തിന് കൂടുതൽ തിളക്കം പകർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് സംസ്ഥാന സർക്കാർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നതെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം തേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണിതെന്നും സർക്കാർ ആരോപിക്കുന്നു. മാനദണ്ഡമനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ നൽകിയത്. ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്നും മറ്റുമുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ്. വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണിതെന്നും ആരോപണം. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണുവാനെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇന്നലെയാണോ ഇത് കൊടുക്കേണ്ടത്? സാമാന്യബുദ്ധിക്ക് നിരക്കാത്ത കണക്കുകളാണ്. എവിടെയാണ് ഇത് തയ്യാറാക്കിയതെന്നും റവന്യൂ ആണോ എന്നും സതീശൻ ചോദിച്ചു. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവാക്കിയ കണക്ക് പുറത്തുവന്ന വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു സതീശൻ. മൃതദേഹം ദഹിപ്പിച്ചത് സൗജന്യമായി കിട്ടിയ സ്ഥലത്താണ്. MLAയും സന്നദ്ധ പ്രവർത്തകരുമാണ് ചെയ്തത്.
SDRF മാനദണ്ഡമനുസരിച്ചല്ല മെമ്മോറാണ്ടം. ഇതിൽ വ്യക്തത വരുത്തണം. സർക്കാരിനൊപ്പമാണ് ഞങ്ങൾ. മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് ഇങ്ങനെയല്ല. കിട്ടേണ്ട തുക കൂടി കിട്ടില്ല. സർക്കാർ പുനർവിചിന്തനം നടത്തണം. വലിയ അപാകത ഉണ്ടായി. സർക്കാരിനെ കുറ്റം പറയാനാണെങ്കിൽ വേറെ എന്തൊക്കെയുണ്ട്? ഇതിൽ ഒരു സംസ്കാരമുണ്ടാകണം. ദുരന്തമുഖത്താണ് സർക്കാർ പറയട്ടെ. അവർക്ക് പണം ആവശ്യമുണ്ട്. അഡ്വാൻസ് തുക കിട്ടിയില്ല. സർക്കാരിന് ഒരു പരാതിയുമില്ല. പിന്നെ ഞങ്ങൾ പരാതിയുമായി എങ്ങനെ പോകുമെന്നും VD സതീശൻ പറഞ്ഞു. തൃശൂർ നഗരത്തിൽ നാളെ പുലികളിറങ്ങും. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ പുലികൾ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. തൃശൂർ നഗരത്തിൽ നാളെ പുലികൾ ഇറങ്ങും. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ പുലികൾ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. പുലിക്കളിക്കായുള്ള ഒരുക്കങ്ങൾ പുലിമടകളിൽ പുരോഗമിക്കുകയാണ്. 7 പുലിക്കളി സംഘങ്ങളാണ് നാളെ തൃശൂർ നഗരത്തെ വിറപ്പിക്കുക. സീതാറാം മിൽദേശം പുലിക്കളി സംഘം, യുവജന സംഘം, വിയൂർ പുലിക്കളി സംഘം, വിയൂർ ദേശം പുലിക്കളി സംഘം, ശങ്കരംകുളങ്ങര പുലിക്കളി സംഘം, കാനങ്ങാട്ടുകര പുലിക്കളി സംഘം, ചക്കാമുക്കദേശം, പാട്ടരയ്ക്കൽ പുലിക്കളി സംഘം എന്നീ പുലിക്കളി സംഘങ്ങളാണ് ഇക്കുറി പുലിക്കളി അവതരിപ്പിക്കുക. 10 ടീമുകൾ പേർ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ടീമുകൾ പിന്മാറി. വീറും വാശിയോടെയുള്ള പുലിക്കളിയാണ് നാളോടെ നാളെ ശക്തന്റെ തട്ടകത്തിൽ അരങ്ങേറുക. പുലിക്കളിയുടെ ഭാഗമായി നാളെ തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഓണാഘോഷം നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തും നായ്ക്കനാൽ മേഖലയിലും രാവിലെ മുതൽ പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മുതൽ പുലിക്കളി തീരുന്നതുവരെ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. പുലിക്കളി കാണാനെത്തുന്നവർ തേക്കിൻകാട് മൈതാനത്തും ഫുട്പാത്തിലും സുരക്ഷിത സ്ഥലങ്ങളിൽ നിൽക്കണം. വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ തന്നെ പാർക്ക് ചെയ്യണമെന്നും റോഡരികിൽ നിർത്തിയിടരുതെന്നും പോലീസ് പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ അഭാവത്തിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടിയുടെ ഏകോപനത്തിനായി CPM കോർഡിനേറ്ററെ നിയമിക്കുമെന്ന് സൂചന. CPM ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ അഭാവത്തിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടിയുടെ ഏകോപനത്തിനായി CPM കോർഡിനേറ്ററെ നിയോഗിക്കുമെന്ന് സൂചന. മുതിർന്ന PB അംഗം പ്രകാശ് കാരാട്ടിനെ കോർഡിനേറ്ററാക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കേരള ഘടകത്തിന്റെ നിലപാടിനനുസരിച്ചാകും തീരുമാനമെടുക്കുക. പാർട്ടി കോൺഗ്രസിലേക്കുള്ള കരട് രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട് എന്നിവ ഉടനെ തയ്യാറാക്കേണ്ടതായുണ്ട്. അതിനാൽ ഈ മാസം തന്നെ കോർഡിനേറ്ററെ തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം. ഈ മാസം 27 മുതൽ 30 വരെ ചേരുന്ന പാർട്ടി PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സുനിക്ക് ആദ്യമായാണ് ജാമ്യം ലഭിക്കുന്നത്. സുനിക്ക് ജാമ്യം ലഭിച്ചാൽ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് കാണിച്ച് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കേരള സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം തള്ളിയാണ് സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ നീണ്ടുപോകുകയാണെന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമാണ് പൾസർ സുനി വാദിച്ചത്. അതിജീവിതയ്ക്കു നേരെ ഉണ്ടായത് അതിക്രൂരമായ ആക്രമണമാണെന്നും അപൂർവമായാണ് സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും സർക്കാർ വാദിച്ചു. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി റിമാൻഡിലാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണും. കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണും. ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ട് ആവശ്യമുന്നയിക്കും. കോഴിക്കോട് എയിംസ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുടങ്ങിക്കിടക്കുന്ന NHM ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെടും. എയിംസുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കും. NHM ഫണ്ട് ലഭിക്കാത്തതുമൂലം ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം വേതനം കുടിശ്ശികയാണ്. കേരളത്തിൽ എയിംസ് നിർമ്മിക്കുന്നത് പരിഗണനയിലാണെന്ന് JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും കേരളം അതിലൊരു സംസ്ഥാനമാണെന്നുമായിരുന്നു JP നദ്ദ അറിയിച്ചിരുന്നത്. എയിംസ് കേരളത്തിലെത്തിയാൽ കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരമുള്ള ചികിത്സ ലഭ്യമാകും. ആരോഗ്യരംഗത്ത് വിപുലമായ പഠനത്തിനും ഗവേഷണത്തിനും അവസരമൊരുങ്ങും. 2014 200 ഏക്കർ ഭൂമി നൽകിയാൽ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു.
2023 ജൂണിൽ കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ 153 ഏക്കർ ഭൂമിയും 99 ഏക്കർ സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരുന്നു. ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേന പുതിയ ഡൽഹി മുഖ്യമന്ത്രിയാകും. ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേന പുതിയ ഡൽഹി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ MLA-മാരുടെ നിർണായക യോഗത്തിലാണ് അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. ഇതോടെ ഷീല ദീക്ഷിതിനും സുഷമ സ്വരാജിനും പിന്നാലെ ഡൽഹിയുടെ 3ാം വനിതാ മുഖ്യമന്ത്രിയായി അതിഷി സ്ഥാനമേൽക്കും. AAP MLA-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളും നിർദ്ദേശിച്ചത് അതിഷിയുടെ പേരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ധനം, റവന്യൂ, വിദ്യാഭ്യാസം അടക്കം 13 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്യുന്നത്. 2 ദിവസം മുൻപാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കാണുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നിയമത്തിന്റെ കോടതിയിൽ തനിക്ക് നീതി ലഭിച്ചെന്നും ഇനി ജനങ്ങളുടെ കോടതി തീരുമാനിച്ച ശേഷമേ അധികാരസ്ഥാനം സ്വീകരിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഷിൻഡെ വിഭാഗം ശിവസേന MLA-ക്കെതിരെ കേസ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഷിൻഡെ വിഭാഗം ശിവസേന MLA-ക്കെതിരെ കേസ്. ബുൽദാന മണ്ഡലം MLA സഞ്ജയ് ഗെയ്ഖാദിനെതിരെയാണ് ബുൽദാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം. വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു ഭീഷണി. രാജ്യത്തെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് ശിവസേന MLA രംഗത്തെത്തിയത്. മഹാരാഷ്ട്രയിലും രാജ്യം മുഴുവനും സംവരണത്തിനായുള്ള മുറവിളികൾ ഉയരുമ്പോഴാണ് രാഹുൽ ഗാന്ധി സംവരണം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നതെന്നായിരുന്നു ഒരു ഇടവേള. ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വാർത്തകൾ തുടരുന്നു. വയനാട് ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്താൻ ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വയനാട് ടൂറിസം മേഖലയെ കൈപിടിച്ചു ഉയർത്താൻ ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചൂരൽമല ദുരന്തം ടൂറിസം മേഖലയെ വലിയ നിലയിൽ ബാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു. ചൂരൽമല ദുരന്തത്തിന് പകരം വയനാട് ദുരന്തം എന്ന് പ്രചരിപ്പിച്ചതാണ് ടൂറിസം മേഖലയെ ബാധിച്ചതെന്നും വയനാട്ടിൽ മുഴുവൻ പ്രശ്നമായെന്ന തരത്തിലാണ് എല്ലാവരും എടുത്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വയനാട് സുരക്ഷിതമാണെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ സർക്കാർ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ. 4 മാസങ്ങളിൽ വലിയ നിലയിൽ ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. വയനാട് ടൂറിസത്തിന് കുഴപ്പമില്ലെന്ന് പ്രചരിപ്പിക്കാൻ ഇവർ വഴി പ്രചരണം നടത്തും. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളും വയനാട് ടൂറിസത്തിനെ സംബന്ധിച്ച് പ്രചരണം നടത്താൻ തീരുമാനിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇന്നത്തെ ദിവസം നിർണായകമാണെന്നും പിന്തുണയുമായി സോഷ്യൽ മീഡിയ ഒപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കത്തിലുള്ള 13 പേരുടെ സാമ്പിൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കത്തിലുള്ള 13 പേരുടെ സാമ്പിൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 175 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 26 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രോഗവ്യാപനമില്ലെന്ന് ഉറപ്പിക്കാനാണ് ശ്രമം. രോഗലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും. രോഗവ്യാപനത്തിന് സാധ്യത കുറവാണ്. മരിച്ച യുവാവ് ബംഗളൂരുവിലാണ് പഠിച്ചത്. കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റേഷൻ കട വാതിൽപ്പടി വിതരണക്കാർക്കുള്ള കുടിശ്ശിക നാളെ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. റേഷൻ കട വാതിൽപ്പടി വിതരണക്കാർക്കുള്ള കുടിശ്ശിക നാളെ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. എന്നാൽ ഭക്ഷ്യപൊതുവിതരണം പോലുള്ള മേഖലകളിൽ അത് ബാധിക്കാതെ നോക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്.
വാതിൽപ്പടി വിതരണക്കാർക്ക് സമരത്തിലേക്ക് പോകേണ്ടി വരില്ല. 50 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തെ സേവനം പരിഗണിച്ച് റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 1000 രൂപ ഉത്സവ ഭത്ത നൽകിയിരുന്നു. എന്നാൽ കിറ്റ് വിതരണത്തിന് കമ്മീഷൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾ കോടതിയിൽ പോവുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. അത് സേവനമായി പരിഗണിക്കണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. കോടതി വിധി മാനിച്ച് കിറ്റ് വിതരണത്തിന്റെ കമ്മീഷൻ നൽകിയതിനാൽ മറ്റു ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ സാങ്കേതിക പ്രശ്നമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ്സിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ്സിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. സഹയാത്രികനായ കൊന്നക്കുഴി സ്വദേശി മിഥുനെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയിൽ പുതിയ സംഘടന വരുന്നു. മലയാള സിനിമാ മേഖലയിൽ പുതിയ സംഘടന വരുന്നു. പുരോഗമന സിനിമാ കാഴ്ചപ്പാടുള്ളവർ ഒരുക്കുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിനാണ് ശ്രമം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഞ്ജലി മേനോൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ പേരിൽ ഇറങ്ങിയ സർക്കുലർ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് നവമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആഷിഖ് കപൂർ, റിമ കലിംഗൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരും സർക്കുലറിലുണ്ട്. സമത്വം, സഹകരണം, സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളാകും സംഘടനയുടെ അടിസ്ഥാനം. തൊഴിലാളികളുടെയും നിർമ്മാതാക്കളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നതാണ് വാഗ്ദാനം. കേരളത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ സിനിമാ വ്യവസായം നിലവിൽ കാലഹരണപ്പെട്ട രീതികളെയും സംവിധാനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് വ്യവസായ മേഖലകളെക്കാൾ മോശം സാഹചര്യമുള്ളവരാണ് പുതിയ കൂട്ടായ്മ അനിവാര്യമായിരിക്കുന്നത്. ധാർമ്മിക ഉത്തരവാദിത്വം, ചിട്ടയായ ആധുനികവൽക്കരണം, തൊഴിലാളി ശാക്തീകരണം എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും പുതിയ കൂട്ടായ്മ. സിനിമാ വ്യവസായത്തിന്റെ ഭാഗമായി എല്ലാവരും സമഭാവനയോടെ പുലർത്തുന്ന മെച്ചപ്പെട്ട ഭാവിക്കായുള്ള സ്വപ്നത്തിൽ ഒന്നിച്ച് അണിചേരാനാകുമെന്ന് സർക്കുലർ വാഗ്ദാനം ചെയ്യുന്നു. സംഘടനയുടെ നിയമവശങ്ങൾ ആലോചിക്കുന്നതേയുള്ളൂവെന്നും സംഘടന രൂപീകരിക്കുവാൻ സമയമെടുക്കുമെന്നും ആഷിഖ് കപൂർ പറഞ്ഞു. താരസംഘടനയായ അമ്മയിലുണ്ടായ പ്രശ്നങ്ങളാണ് പുതിയ സംഘടന രൂപീകരിക്കാൻ ഇടയായത്. ഇതിനിടെ മോഹൻലാൽ അടക്കമുള്ള പ്രധാന നടന്മാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകത്തിന്റെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സമയം വീണ്ടും മാറ്റി. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകത്തിന്റെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സമയം വീണ്ടും മാറ്റി. ആദ്യം ഈ മാസം 23-ന് നടത്താനിരുന്ന യോഗം ഒക്ടോബർ ആദ്യ ആഴ്ചയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഒക്ടോബർ 3-ാം വാരത്തിലേക്ക് മാറ്റിയെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചത്. 21 ഉപാധികളോടെ വില്ലുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ സമ്മേളനം നടത്താൻ പോലീസ് അനുമതി നൽകി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. സമ്മേളനം നടത്തുന്നത് നല്ലതല്ലെന്നും ജനുവരിയിലേക്ക് മാറ്റണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. സമ്മേളനത്തിനായി ഇതിനകം ചെലവഴിച്ച പണത്തിൽ ചിലർ തിരിമറി നടത്തിയെന്ന ആരോപണവും ഉയർന്നു. വിജയ്ക്കു രാഷ്ട്രീയത്തിൽ ഉപദേശകരായി മികച്ച നേതാക്കൾ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിനു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. പാർട്ടി ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് വിജയ് പറഞ്ഞു. എല്ലാവരും തുല്യരാണെന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ടു പോകും. ആദ്യ വാതിൽ തുറന്നു. തമിഴ്നാടിനെ നയിക്കുന്ന പാർട്ടിയായി ഉയരുമെന്നും വിജയ് പ്രതീക്ഷ പങ്കുവച്ചു. തമിഴ് സൂപ്പർതാരം രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത് ഫെബ്രുവരിയിലാണ്. അരങ്ങേറ്റ ചിത്രത്തിന്റെ പേരുൾപ്പെടുത്തിയാണ് തമിഴക വെട്രിക്കഴകം എന്ന പേരിട്ടത്. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം തലപ്പള്ളി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആചരിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം തലപ്പള്ളി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായി ആചരിക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ, സെക്രട്ടറി TR രാജേഷ് എന്നിവർ അറിയിച്ചു. ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് ഗണപതി ഹോമം, ഉപവാസം, വിശേഷാൽ ഗുരുപൂജ, അഖണ്ഡനാമജപം, ഗുരുദേവ കൃതികളുടെ പാരായണം, സമൂഹ പ്രാർത്ഥന, ശാന്തി ഹോമം, സമാധി പൂജ, അന്നദാനം എന്നീ പരിപാടികളോടുകൂടിയാണ് ഈ വർഷത്തെ സമാധി ദിനാചരണം. സെപ്റ്റംബർ 21 ശനിയാഴ്ചയാണ് ഗുരുദേവ സമാധി ദിനം. മുംബൈയിൽ 30 കോടി രൂപ വിലയുള്ള ആഡംബര വസതി സ്വന്തമാക്കി നടൻ പൃഥ്വിരാജ്. ബോളിവുഡ് താരങ്ങളുടെ വസതികളുള്ള ബാന്ദ്ര ഹിൽസിൽ 2ാമത്തെ ആഡംബര വസതി കൂടി സ്വന്തമാക്കി പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ 2971 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റാണ് വാങ്ങിയിരിക്കുന്നത്. 30 കോടി രൂപയാണ് വില. സ്റ്റാമ്പ് ഡ്യൂട്ടിയായി 1.84 കോടി രൂപ അടച്ചുവെന്നാണ് റിപ്പോർട്ട്.
പാലി ഹില്ലിൽ 17 കോടി രൂപ വില വരുന്ന ഒരു വസതി മുൻപേ പൃഥ്വിരാജ് വാങ്ങിയിരുന്നു. അതിനു പുറകെയാണ് 4 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന മറ്റൊരു ഫ്ളാറ്റ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74ാം ജന്മദിനം. വയനാട് മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വാസ്തവവിരുദ്ധം സർക്കാർ. വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർന്നു പ്രതിപക്ഷ നേതാവ്. നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനിക്ക് കോടതി ജാമ്യം. എയിംസ് കേരളത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണും. തൃശൂരിൽ നാളെ പുലികളിറങ്ങും. യെച്ചൂരിക്ക് പകരം CPM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററെ നിയമിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.